കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയ്ക്ക് CBI സമൻസ് അയച്ചിരിക്കുകയാണ്. CBIയുടെ ഡൽഹി ഓഫീസിൽ ഈ മാസം 12-ന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാണ് ഈ സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന അന്വേഷണങ്ങളുടെയൊക്കെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ നടപടി. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഈ നോട്ടീസ് വഴി തുറന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തോട് വിജയ് സഹകരിച്ചിരുന്നില്ല. വിജയ് കൂടെ ആവശ്യപ്പെട്ടാണ് ഈ ദുരന്തത്തിൽ CBI അന്വേഷണം തുടങ്ങിയതും. ഇനി മറ്റൊന്ന്, ജനനായകനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് വന്നാൽ, വിജയ് ചിത്രം ജനനായകൻ പൊങ്കൽ റിലീസായി ജനുവരി 9-ന് തിയേറ്ററിൽ എത്തുമെന്നാണ് നിലവിൽ അറിയുന്ന റിപ്പോർട്ടുകളൊക്കെ. UA സർട്ടിഫിക്കറ്റ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നു എന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. 3 മണിക്കൂർ 3 മിനിറ്റാണ് ഈ ചിത്രത്തിന്റെ ദൈർഘ്യമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ട് വാർത്തകളുടെയും വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും പോവുകയാണ് ഹൈ5 അഖില CPയും ലിജിൻ K ഈപ്പനും നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. ആദ്യം അഖില CPയിലേക്ക് പോവുകയാണ്. അഖില, ഗുഡ് ഈവനിങ്. ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യമായി വിജയ് ഒരു അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് നേരത്തെ TVK നേതാക്കളൊക്കെയും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കേസ് നിലവിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ചോദ്യം ചെയ്യലും തുടർ നടപടികളും ഈ വിജയ്ക്ക് ലഭിച്ചിരിക്കുന്ന സമൻസും, ഇതൊക്കെ TVK സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് നിർണായകമാണ് അഖില? സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായാണ് കരൂർ ദുരന്തത്തിൽ ആദ്യമായാണ് TVK അധ്യക്ഷനും നടനുമായ വിജയെ ഒരു അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വിജയുടെ തന്നെ TVKയുടെ തന്നെ ആവശ്യപ്രകാരമാണ്, അതായത് സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല, ഈ അപകടത്തിൽ ഒരു സത്യസന്ധമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ TVK നേതാക്കൾ തന്നെയാണ് സമീപിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു ഉത്തരവുണ്ടാകുന്നത്. ചോദ്യം ചെയ്യാൻ ഹാജരാകണം. ഈ മാസം ജനുവരി 12-ന് ഡൽഹിയിലെത്തി ചോദ്യം ചെയ്യൽ ഹാജരാകാനാണ് എന്തായാലും വിജയ്ക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. നമുക്കറിയാം, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വലിയൊരു അപകടമായിരുന്നു കരൂർ ദുരന്തം. സെപ്റ്റംബർ 27-നായിരുന്നു അപകടം നടക്കുന്നത്. 41 പേര്, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പുരുഷന്മാരും അടക്കം 41 ജീവനുകളാണ് അന്ന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അന്ന് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. കാരണം വിജയ് സംഭവ സ്ഥലത്തേക്ക് എത്താൻ മണിക്കൂറുകൾ താമസിച്ചിരുന്നു. മാത്രമല്ല, നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിരവധി കാരണങ്ങൾ കരൂർ ദുരന്തത്തിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും വിജയോട് ചോദിക്കുക എന്നുള്ളതാണ് നിലവിലെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, ഇതിനു മുൻപ് ഇപ്പോൾ TVKയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളെയും, ബുസി ആനന്ദ്, അധവ് അർജുന ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഏകദേശം 10 മണിക്കൂറാണ് ഈ ബുസി ആനന്ദ്, അധവ് അർജുന ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഈ ഇരകളുടെ കുടുംബത്തിലെത്തി ഇരകളുടെ കുടുംബങ്ങളോട് CBI സംഘം സംസാരിച്ചിരുന്നു, മറ്റ് സംഘാടകരായി സംസാരിച്ചിരുന്നു, മറ്റ് എല്ലാ സംഘടിപ്പിച്ച ആളുകളൊക്കെയായി CBI സംസാരിച്ചിരുന്നു. മാത്രമല്ല, 200-ലധികം പേരെ ഈ കരൂർ ദുരന്തവുമായി മാത്രം ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ വിജയുടെ നമുക്കറിയാം, ഈ സെപ്റ്റംബർ കരൂർ ദുരന്തത്തിന് ശേഷം വലിയ രീതിയിലുള്ള പരിപാടികളിലൊന്നും വിജയ് പങ്കെടുത്തിരുന്നില്ല, സജീവമായിരുന്നില്ല. പക്ഷേ ഒരു മാസക്കാലയളവ് എടുക്കുകയാണെങ്കിൽ പല പരിപാടികളിലും, പല വൻ ജനാവലി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ജനാവലി ഉൾക്കൊള്ളിക്കുന്ന പല പരിപാടികളും വിജയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും വിജയ് ഒരു മേൽക്കൈ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതിസന്ധി, ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പൊ ജനനായകൻ സിനിമ റിലീസാകുന്ന അത്തരത്തിൽ ഫാൻസിന്റെ ഇടയിലൊക്കെ വളരെ വൈകാരികപരമായിട്ടാണ് അഖില പോകുന്നത്. അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയുകയായിരുന്നു അഖില CP.